ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീനി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കട്ട്ല മീനിൻ്റെ മുട്ടയുടെ റെസിപ്പിയും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ 1 കിലോ മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് കട്ട്ലയാണ് കേട്ടോ. ഇപ്പോൾ വയനാട്ടിലൊക്കെ ഇഷ്ടംപോലെ പുഴ മത്സ്യം ലഭിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ മഴക്കാലം തുടങ്ങിയൊരു ജൂൺ ജൂലൈ മാസത്തിൽ നല്ല പുഴ മത്സ്യം കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട മീനാണ് കട്ട്ല, അതോടൊപ്പം തന്നെ ചെമ്പല്ലി, ഈ 2 മീനാണ് കേട്ടോ. പിന്നെ പുഴവാള. ഇത്രയും മീനാണ് കൂടുതലായിട്ട് നമുക്ക് ഈ മഴക്കാലത്ത് ഇവിടെ കിട്ടുന്നത് കേട്ടോ. പിന്നെ കടൽ മീനൊക്കെ നമുക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്, ട്രോളിങ്ങിൻ്റെ സമയമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ മീൻമുട്ട എങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. കറിയായിട്ടല്ല വെക്കുന്നത്, ഫ്രൈ പോലെയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. കഴുകുമ്പോൾ നമ്മളത് വിടർത്തി കഴുകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം കണ്ട ആ ഒരു രീതിയിൽ തന്നെ കഴുകിയെടുക്കുക കേട്ടോ. അതിന് ശേഷം മാത്രം അതൊന്ന് പുറം മറിച്ചിടുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഈ തരിതരിയായിട്ടുള്ള ഈ മുട്ടയൊക്കെ നമുക്കിങ്ങനെ വിടർന്ന് കിട്ടും. പിന്നെ അതിൻ്റെ പുറത്തുള്ള ആ ഒരു ചെറിയൊരു പാട പോലെയുള്ള ആ ഒരു ഭാഗം ഒന്ന് നീക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം അതൊന്ന് മെല്ലെ അടർത്തി നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കാവുന്നതാണ്. അതിന് മുമ്പ് നമ്മൾ അതൊരിക്കലും അടർത്താൻ ശ്രമിക്കരുത്. കഴുകുന്നതിന് മുമ്പ് അടർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മീനിൻ്റെ ഈ മുട്ട കുഞ്ഞു കുഞ്ഞു തരിതരിയായിട്ടല്ലേ ഉള്ളത്. അപ്പോൾ എന്താവും, അതൊക്കെ കഴുകുന്ന വെള്ളത്തിൽ ഒഴുകിപ്പോവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയും ഓരോരുത്തരുടെയും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തുള്ള കല്ലുപ്പാണ്. ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ മീൻ മുട്ട കറി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരല്പം വലുപ്പമുള്ള പാത്രം എടുക്കുക. മീൻ മുട്ട കുറച്ചാണെങ്കിലും അതിങ്ങനെ പൊലിഞ്ഞ് അതിൻ്റെ ഇരട്ടിയായിട്ട് 2 ഇരട്ടിയായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഒന്നുമില്ലെങ്കിൽ മൺചട്ടി ആണെങ്കിലും, ഇനി അതല്ല മറ്റ് ഉരുളി പോലുള്ള വസ്തുക്കളാണ് ആ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഒരല്പം വലുപ്പത്തിൽ ഉള്ള പാത്രം എടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് എന്നല്ല, അതിൻ്റെ കൂടെ ഒപ്പം മുങ്ങി നിൽക്കാൻ പാകത്തിന് ആദ്യം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതിലെപ്പോഴും വെള്ളം പെട്ടെന്ന് വറ്റി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. പിന്നെ മുട്ട നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വേറൊരു പണിക്കും നമ്മൾ മാറി നിൽക്കരുത്. അത് കൂടെ ഇളക്കിയിട്ടുകൊണ്ടേയിരിക്കുക കേട്ടോ. ആ പരിഞ്ഞിൽ നിന്ന് ആ മുട്ടയൊക്കെ ഒന്ന് വേർപെട്ട് വരുന്നത് വരെ, ഓരോന്നായിട്ട് വേർപെട്ട് വരുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, കൈവിടാതെ ഇളക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും നമ്മൾ തീ വെക്കാനും പാടില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് തിളപ്പിച്ച് എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് തിള വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ മുട്ട അടിക്ക് പിടിക്കാനും കട്ട പിടിച്ചു പോകാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. ഓരോ മുട്ടയും അങ്ങനെ വേർപെട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഈ മീൻ മുട്ട തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചത് ആ സൈഡിൽ നിന്ന് തിളച്ച് കയറി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ എരിവ് കുറച്ച് വേണ്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് മാത്രം എരിവ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ മുട്ടയൊക്കെ ഒന്ന് വേർപെട്ട് എല്ലാം വേറെ സെപ്പറേറ്റായി ഓരോന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് മീനൊക്കെ ഒന്ന് കഴുകി ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതോടൊപ്പം കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ഒന്ന് ചേർത്തിട്ടുള്ളത്. പിന്നെ ഒന്ന് കാശ്മീരി മുളക് പൊടിയും. ഇനി ഈ സമയത്ത് മല്ലിപ്പൊടി ഇഷ്ടമുള്ളവർക്ക് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ പൊടിയുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പകുതി ഭാഗങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കാണുന്നത്. നമുക്ക് ആ ചട്ടിയൊന്നും പിടിച്ച് ഒരു കൈ കൊണ്ട് പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ചട്ടിയൊക്കെ ഇടയ്ക്ക് കിടന്ന് ഓടുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമ്മളതൊക്കെ ഒന്ന് മാനേജ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മസാലയൊക്കെ ഒന്ന് തേച്ച് നമുക്കൊരു 1.5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പം ഞാൻ ആ മസാല തേച്ചിട്ട് അതൊരു മൺചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 കൂട്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് നാളെ എടുക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ഇന്നത്തേക്കും പാകത്തിനാണ് കേട്ടോ ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. ഇന്ന് അത്ര മീനിൻ്റെ മുട്ടയൊക്കെ കഴിക്കുന്നതുകൊണ്ട് അത്രയേ വറുത്ത മീനിൻ്റെ കഷ്ണങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ. അപ്പം ബാക്കി ഞാൻ കുറച്ചെടുത്ത് നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ചാൽ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ മീൻമുട്ട നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അത്യാവശ്യത്തിന് വെള്ളത്തോട് കൂടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് വെള്ളം 1 ഗ്ലാസ്സായിരുന്നു ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ മുട്ട ഇളക്കിയെടുക്കുമ്പോൾ അത് ഉടഞ്ഞു വരുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതിപ്പോൾ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു അല്പം കൂടെ വെള്ളം വറ്റി കിട്ടാനുണ്ട്. ആ വെള്ളം വറ്റുമ്പോഴേക്കും നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കിയിട്ട് നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. മീൻമുട്ട അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വേറൊരു പണിക്കും നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നിന്നാലേ അതിൻ്റെ പാകത്തിന് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 1/2-3/4 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ഈ മീൻമുട്ട കറി വെക്കണമെങ്കിലുള്ള സമയം വേണം കേട്ടോ. എന്നാലാണ് അത്രയും വേവും ഉണ്ട് അതിന്. അപ്പോൾ നമ്മുടെ മീനിലെ മുട്ടയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് വെള്ളം വറ്റിയതിന് ശേഷം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ കറിവേപ്പില ആദ്യം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ കറിവേപ്പിലിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഈ മുട്ടയിലേക്കൊക്കെ പിടിച്ച് വരുമ്പോൾ നമുക്ക് ആ ഒരു മുട്ടേൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല കേട്ടോ. ഞാനിങ്ങനെയാണ് വെക്കുന്നത്, ഇതല്ലാതെ മറ്റുള്ള രീതിയിൽ വെക്കുന്നവരും ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെയൊക്കെ വെച്ചാലാണ് എല്ലാവർക്കും ഇഷ്ടം. ഇനി ഇപ്പോഴും തീ ലോ ഫ്ലെയിമിലാണേ ഉള്ളത്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എത്രത്തോളം ഒഴിക്കുന്നുവോ അത്രയും ടേസ്റ്റ് കൂടും കേട്ടോ. ഇനി എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ കുറച്ച് ഉപയോഗിക്കാം. അതെല്ലാം നന്നായിട്ട് വെളിച്ചെണ്ണേൻ്റെ രുചി മുന്നിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പും എരിവൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് വേവ് നോക്കിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കറിവേപ്പിലയും എണ്ണയും ഒക്കെ ചേർത്ത് എണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് അടി ചേർത്തൊന്ന് ഇളക്കി നമുക്ക് അവിടെ ഒന്ന് തട്ടിപ്പൊത്തി മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ അവിടെ അടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്തുനിന്ന് മാറ്റിയിട്ടില്ല, ചൂടോടുകൂടി ഇരിക്കാൻ വേണ്ടി അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള മീൻ വറക്കാൻ വെക്കാം. അപ്പം മീൻ അവിടെ മസാല പിടിച്ചൊന്ന് അത് അവിടുന്ന് വറവ് ആവട്ടെ. വറക്കുന്നത് ഞാൻ തിരിച്ചു മറിച്ചൊന്നും അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെയാണ്. മീൻ വറക്കാൻ വെക്കുക, അത് ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അടുത്ത സൈഡൊന്ന് മുരിയാൻ വേണ്ടിയിട്ട് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കത് എടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയിൽ വറുത്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ കൊളസ്ട്രോൾ പോലുള്ളതൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തവിടെണ്ണയിലാണ് കേട്ടോ ഞാൻ ഈ മീൻ വറുത്തെടുക്കുന്നത്. നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അതിൽ നിങ്ങൾക്കിത് വറുത്തെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് മാത്രം കഴിക്കേണ്ട മീനുകളാണ്, മഴക്കാലത്ത് കഴിക്കേണ്ട മീനുകളാണ് കേട്ടോ ഈ പുഴമീൻ ഒക്കെ. ഞങ്ങൾക്ക് ഇവിടെ പുഴമീനൊക്കെ നല്ലത് കിട്ടി മഴക്കാലത്ത് മാത്രമാണ്. അത് കഴിഞ്ഞാൽ കിട്ടുന്ന മീനൊന്നും ഫ്രഷ് ആയിരിക്കില്ല, അതൊക്കെ മരുന്നൊക്കെ അടിച്ച് വരുന്ന മീനുകളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും ചൊവയും ഒക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞങ്ങളൊക്കെ ഈ ഒരു ഓഗസ്റ്റ് വരെ, ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള സമയത്താണ് കേട്ടോ പുഴമീൻ ഇവിടെ വാങ്ങുക. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറി എന്ന് പറയുന്നത് കുമ്പളങ്ങയും കടച്ചക്കയും കൂടെ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുള്ള ഒരു ചാറ് കറിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതോടൊപ്പം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമ്മുടെ മീൻ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്, മീനും വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറ് തിന്നാനായി. ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, ഉച്ചയ്ക്ക് വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഞാൻ ഉച്ച ഒരു 2 മണിയൊക്കെ ആയി. അപ്പോൾ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടച്ചക്ക കറിയും അതോടൊപ്പം മീൻ വറുത്തൊരു കഷ്ണവും പിന്നെ മീനിൻ്റെ മുട്ടയും. ഇതാണ് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയ ഒരു റെസിപ്പിയും മറ്റു പുത്തൻ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ മുഴുവനായിട്ടും കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.